ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ സ്പെഷ്യലായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദേവേട്ടൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. തിരുവനന്തപുരത്തോട്ട് ട്രെയിനിലാണ് ഞാൻ പോയത്. ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ കയറി തിരുവനന്തപുരത്തേക്ക്. ഉച്ചയ്ക്കായിരുന്നു ഇവിടുന്ന് പോയത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ തന്നെ നൈറ്റായി, രാത്രിയായി. അവിടെ എത്തിയിരുന്നത് ദേവേട്ട ഷൂട്ടിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് അവിടുന്ന് ദേവേട്ടൻ്റെ ഫ്ലാറ്റിലോട്ട് വന്നു. വിശ്വദേവേട്ടൻ്റെ ഫ്ലാറ്റ് മീറ്റാണ്. ആള് നല്ല വൃത്തിയായിട്ട് വീട് ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് ഫ്ലാറ്റ്. അന്ന് എത്തിയപ്പോൾ തന്നെ വളരെ ലേറ്റായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ അന്ന് കിടന്നുറങ്ങി. പിറ്റേന്ന് കാലത്ത് പത്മനാഭസ്വാമി ടെമ്പിളിലോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ റെഡിയായി. ഞാൻ ആദ്യമായിട്ടാണ് പത്മനാഭസ്വാമി ടെമ്പിളിലോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. ഞാനിതിന് മുന്നേ 1-2 വട്ടം പോയിരുന്നു ട്രിവാൻഡ്രം. പക്ഷേ എനിക്ക് അപ്പോഴും അവിടെ അമ്പലത്തിൽ പോകാൻ പറ്റിയ സൗകര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പോയി. നല്ല ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച സമയത്തേക്ക് കുറച്ച് വൈകിട്ടാണ് അവിടെ എത്തിയത്. അമ്പലത്തിൻ്റെ 4 ഭാഗവും 4 നടകളുണ്ട്. അതിൽ ഞങ്ങൾ ആദ്യം സൗത്ത് നടയുടെ അവിടേക്ക് പോയി. കുറേ വീഡിയോസിലും ഫോട്ടോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ഈ ഒരു എൻട്രൻസ്. പക്ഷേ നേരിട്ട് ചെന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ എടുത്തു. ദേവേട്ടനെ കൊണ്ട് എടുപ്പിച്ചു. ക്ഷേത്രത്തിനകത്ത് മൊബൈൽ ഫോൺ അലൗഡ് അല്ലായിരുന്നു. ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആ ഒരു പഴമയുടെ ഒരുപാട് കൊത്തുപണികളൊക്കെ ചെയ്തിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു ഉള്ളിൽ. പിന്നെ ശ്രീകോവിൽ, അതിൻ്റെ ഉള്ളിലുള്ള ശ്രീകോവിലിനകത്താണ് നമ്മുടെ പത്മനാഭസ്വാമിയുടെ വിഗ്രഹമുള്ളത്. അനന്തശയനം രൂപത്തിലാണ്. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ 3 വാതിൽ വഴിയാണ് നമുക്ക് കാണാൻ പറ്റുക. അതിൽ ഒരു വാതിൽ വഴി ശിരസും, പിന്നെ ഒരു വാതിൽ വഴി അരയും, പിന്നെ കാലും. അങ്ങനെ ആണ് നമുക്കത് കാണാൻ പറ്റുക. നമുക്ക് ഭയങ്കര നല്ലൊരു ഫീലായിരുന്നു കേട്ടോ അവിടെ കയറി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ. അപ്പം ഇനി അവിടെ പോകാത്തവർ എന്തായാലും അവിടെ പോയിട്ട് പ്രാർത്ഥിക്കണം. അവിടുത്തെ ദർശനം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ശ്രീ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. പക്ഷെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നേരം വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നട അടച്ചിരുന്നു. അതുകൊണ്ട് അവിടെ പോകാൻ പറ്റിയില്ല. പക്ഷേ ദേവേട്ടൻ എന്നെ അവിടെ കൊണ്ടുപോയൊക്കെ കാണിച്ചു. അമ്പലത്തിൻ്റെ കുറച്ച് പുറത്തായിട്ട് തന്നെ നല്ല വലിയൊരു സ്ട്രീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് കാണണം, അവിടെ എന്തൊക്കെയാണെന്നൊക്കെ അറിയണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത് കൂടെയൊക്കെ ഒന്ന് വെറുതെ നടന്നു. കാർ കൊണ്ട് പോകാൻ പറ്റിയ ഒരു വഴിയല്ല. നല്ല ബ്ലോക്കും തിരക്കും ഒക്കെ ഉള്ള ചെറിയൊരു വഴിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൽ നടന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ടു. അവിടെ ഓഫറിലൊക്കെ എന്തൊക്കെയാണ് കൊടുക്കുന്നത് അതൊക്കെയാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. അതുപോലെ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. അവിടെ പെയിൻറ്റിങ്സൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് ഒന്ന് പോയി. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഇനി അടുത്ത് ഫുഡ് കഴിക്കാനുള്ള പ്ലാനിൽ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലോട്ട് പോയി. നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. നല്ല ആംബിയൻസും നല്ല കസ്റ്റമർ സർവീസും ഒക്കെ ആയിരുന്നു. എനിക്ക് വെജിറ്റേറിയൻ ഫുഡ് മതിയെന്നായിരുന്നു എൻ്റെ താല്പര്യം. അപ്പോൾ ദേവേട്ടനും അങ്ങനെ തന്നെ മതിയെന്ന് പറഞ്ഞ് ഞങ്ങളന്ന് വെജ് ഫുഡാണ് ഓർഡർ ചെയ്തത്. ഞാൻ വെജ് ഫ്രൈഡ് റൈസും ദേവേട്ടൻ പൊറോട്ടയും മഷ്റൂം റോസ്റ്റുമാണ് ഓർഡർ ചെയ്തത്. ഫുഡൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങൾ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഫിലിമിന് കയറാനുള്ള പ്ലാനോടുകൂടി തൊട്ടടുത്ത് തന്നെയുള്ള
ഒരു മോളിലോട്ട് പോയി. ഇത് കണ്ടോ ഗൈസ്, ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ. ദേവേട്ടൻ ഫുൾ ടൈം ഫോണിലായിരുന്നു. ശരിക്കും എന്നെ അന്ന് വെറുപ്പിച്ചു. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ആകെ പോസ്റ്റ് അടിച്ച്. നിങ്ങൾ പറയൂ, ഇത് ശരിയാണോ? ആദ്യക്കുട്ടീനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ എക്സാം ആയതുകൊണ്ട് അവനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ തന്നെ ടിക്കറ്റ് എടുത്തു, ഞാൻ തന്നെ പോപ്കോൺ വാങ്ങിച്ചു, ഞാൻ തന്നെ വെള്ളം വാങ്ങിച്ചു, എല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഫോൺ ചെയ്ത് എസ്കേപ്പ് ആയതാണോ എന്നാണ് എൻ്റെ ബലമായ സംശയം. അങ്ങനെ ഫിലിമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലെത്തി. ഇതാണ് നമ്മുടെ പ്രിയങ്കരനായ വാസു എന്ന വ്യാസ്, നമ്മുടെ ഐശ്വര്യയുടെ ഹസ്ബൻഡാണ്. നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഐശ്വര്യനെയും കൂട്ടി പുറത്തു പോയി. അവിടെ റഹ്മത്ത് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാനുള്ള പ്ലാനിലാണ് പോയത്. ഇതാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. അവിടെ ട്രിവാൻഡ്രം പോയി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഐഷക്കുട്ടി. അവൾക്ക് ഭയങ്കര മടിയാണ് വീഡിയോയിലൊക്കെ വന്ന് നിൽക്കാൻ. അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ തിരിച്ചു റൂമിലോട്ട് പോവുകയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ അങ്കിളും ആൻറ്റിയും ഉണ്ട്. അവർക്ക് അവിടെ പേരക്കുട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുവാവേനെ കാണണം. അതുപോലെ അശ്വതി ചേച്ചിയുടെ ഫ്ലാറ്റിൽ പോയി അശ്വതി ചേച്ചീനെയും ചേട്ടനെയും കാണണം. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. പിന്നെ നാളെ രാവിലെ നേരത്തെ എനിക്ക് തിരിച്ച് പട്ടാമ്പി പോകണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോവാണ്. അപ്പോൾ പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.